അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഖബറിൻ്റെ ഇടുക്കത്തെക്കുറിച്ചിട്ടാണ്. ഹസ്രത്ത് ഉറദഫ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. ഒരു ജനാസയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. ഖബറിനടുത്തെത്തിയപ്പോൾ ഖബറിൻ്റെ കരയിൽ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അകത്തേക്ക് നോക്കാൻ തുടങ്ങി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിശ്വാസിക്ക് ഇതിനകത്ത് ഇടുക്കമുണ്ടാകും. അവൻ്റെ കരുത്തും നെഞ്ചും വാരിയെല്ലുകളും ഒടിഞ്ഞ് കഷ്ടമാകും. അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ അഗ്നി നിറക്കപ്പെടുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖബറിൽ ഇടുക്കം എന്നത് തീർച്ചയായും ഉണ്ടാകും. അതിൽ നിന്ന് ആർക്കെങ്കിലും മോചനം കിട്ടണമെങ്കിൽ സഅദ് ബിൻ മുആദിനെ കിട്ടുമായിരുന്നു. ഹസ്രത്ത് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഹസ്രത്ത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഖബറടക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ബീഹ് ചൊല്ലി. എല്ലാവരും അദ്ദേഹത്തോടൊപ്പം തസ്ബീഹ് ചൊല്ലി. സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എന്തിനാണങ്ങ് തസ്ബീഹ് ചൊല്ലിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ റൂഹ് അടുത്തെത്തിയപ്പോൾ സന്തോഷം കൊണ്ട് അർശ് ഇളകാൻ തുടങ്ങി. അത് കാരണം 7 ആകാശങ്ങളുടെയും കവാടങ്ങൾ തുറക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജനാസയ്ക്ക് 70,000 മലക്കുകൾ ഹാജരുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഖബർ വളരെ ഇടുങ്ങിയിരുന്നു. എൻ്റെ പ്രാർത്ഥന കാരണം അള്ളാഹു അതിനെ വിശാലമാക്കി. ഹസ്രത്ത് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി സൈനബ മരണമടഞ്ഞപ്പോൾ ജനാസ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ പ്രയാസം അനുഭവപ്പെട്ടത്. അദ്ദേഹം അതീവ ദുഃഖിതനായിരുന്നു. അദ്ദേഹം കുറച്ചു നേരം ഖബറിനടുത്തിരുന്നു. ആകാശത്തേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. പിന്നീട് ഖബറിനുള്ളിൽ കടന്നു. അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തുഷ്ടനായി പുഞ്ചിരിച്ചു. ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തോട് അതിൻ്റെ കാരണം തിരക്കി. അദ്ദേഹം പറഞ്ഞു, ഖബർ ഇടുങ്ങുന്നതിനെക്കുറിച്ച് ഓർമ്മ വന്നു. സൈനബൻ്റെ ശേഷിയില്ലായ്മയും മനസ്സിൽ തെളിഞ്ഞു വന്നു. ഈ കാരണത്താൽ വലിയ പ്രയാസം അനുഭവപ്പെട്ടു. ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അവൾക്ക് എളുപ്പമാക്കി കൊടുക്കാൻ. അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു. എങ്കിലും അവളുടെ മേൽ ഖബർ കൂടിച്ചേരുന്നതിൻ്റെ ഭയങ്കര ശബ്ദമുണ്ടായി. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള എല്ലാ ജന്തുക്കളും അത് കേൾക്കും, മനുഷ്യരും ജിന്നും ഒഴികെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തൻ്റെ മക്കളെപ്പറ്റിയും ഇതുപോലുള്ള റിപ്പോർട്ടുണ്ട്. ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ പേരിൽ ജനാസ നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമെങ്കിൽ ഈ കുട്ടി രക്ഷപ്പെടും. ഹസ്രത്ത് ഇബ്നു ഹബി മുലൈക്ക പറയുന്നു, ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന് ഒരു വ്യക്തിയും മുക്തനല്ല. സഅദ് ബിൻ മുആദും അദ്ദേഹത്തിൻ്റെ ഒരു ത്വാല ദുന്യാവിനെയും അതിനുള്ളിതിനേക്കാൾ മഹത്തരമാണ്. ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സഅദ് ബിൻ മുആദിനെ ഖബറടക്കിയപ്പോൾ ഖബർ അദ്ദേഹത്തെ കഠിനമായി ഇടുക്കി. അദ്ദേഹം രോമം പോലെ ആയിത്തീർന്നു. ഇതിന് കാരണം മൂത്രമൊഴിച്ചതിന് ശേഷം അദ്ദേഹം നല്ലതുപോലെ വൃത്തിയാക്കിയിരുന്നില്ല. ഇബ്രാഹിം ഖനവിയിൽ നിന്ന് നിവേദനം. ഒരു വ്യക്തി ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തു ചെന്നു. ഒരു ചെറിയ കുട്ടിയുടെ ജനാസ അതുവഴി കടന്നുപോയി. അത് കണ്ട് ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അവർ പറഞ്ഞു, എനിക്കതിനോട് സഹതാപം തോന്നുന്നു. ഖബറിൻ്റെ ഇടുക്കത്തിൽ അതും വിധേയനാകുമല്ലോ എന്നോർത്ത്. ഹസ്രത്ത് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കപ്പെടുകയില്ല, ഫാത്തിമത്ത് ബിന്ത് അസദ് ഒഴികെ. ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങയുടെ പുത്രൻ കാസിമും ഒഴിവാക്കപ്പെടുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം കൂടി ഒഴിവാക്കപ്പെടുകയില്ല. ഇബ്രാഹിം കാസിമിനേക്കാൾ ചെറുപ്പമായിരുന്നല്ലോ. ഹസ്രത്ത് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ദൂതരെ, നിങ്ങൾ മുൻകറിൻ്റെയും നക്കീറിൻ്റെയും ശബ്ദത്തെയും ഖബറിൻ്റെ ഇടുക്കത്തെയും കുറിച്ച് പേടിപ്പെടുത്തിയത് മുതൽ ഒരു കാര്യവും എനിക്ക് നന്നായി തോന്നുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, മുൻകറിൻ്റെയും നക്കീറിൻ്റെയും ശബ്ദം വിശ്വാസിയുടെ കാതിൽ സുഖകരമായിട്ട് അനുഭവപ്പെടുക
കണ്ണിൽ സുറുമയിട്ടതുപോലെ എനിക്ക് തലവേദനിക്കുന്നു എന്ന് കുഞ്ഞു പറയുമ്പോൾ കൃപാലുവായ മാതാവ് അതിൻ്റെ ശിരസിൽ മൃദുവായി തടവുന്നത് പോലെയാണ് ഖബറിൻ്റെ ഇടുക്കം അനുഭവപ്പെടുക. ആയിഷ തകരാറ് അള്ളാഹുവിനെക്കുറിച്ച് സംശയിക്കപ്പെടുന്നവൻ്റേതാണ്. അവൻ ഖബറിൽ പൊടിയാക്കപ്പെടും. ഭാരിച്ച കല്ലിനിടയിൽ കുടുങ്ങി മുട്ട പൊടിയാക്കുന്നത് പോലെ. ഹസ്രത്ത് റഹാഷി റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. മയ്യത്തിനെ ഖബറിൽ വെക്കപ്പെടുമ്പോൾ അവൻ്റെ കർമ്മങ്ങൾ നാലുപാടു നിന്നും അവനെ വലയം ചെയ്തുകൊണ്ട് പറയും, എടോ നീ ഖബറിൽ ഏകനെയാണ് കിടക്കുന്നത്. നിൻ്റെ വീട്ടുകാരും സുഹൃത്തുക്കളുമെല്ലാം നിന്നെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളല്ലാതെ ഒരു കൂട്ടരും നിനക്കില്ല. അത്താഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. മയ്യത്തിനെ ഖബറിൽ വെക്കപ്പെട്ടാൽ ഏറ്റവും ആദ്യം അവൻ്റെ അടുത്ത് ഓടിയെത്തുന്നത് അവൻ്റെ കർമ്മമായിരിക്കും. കർമ്മം അവൻ്റെ തുട പിടിച്ച് കുലുക്കിക്കൊണ്ട് പറയും, ഞാൻ നിൻ്റെ കർമ്മമാകുന്നു. മയ്യത്ത് അവനോട് ചോദിക്കും, എൻ്റെ കുടുംബക്കാരും എൻ്റെ പരിചാരക വൃദ്ധരും എവിടെ പോയി? കർമ്മം മറുപടി പറയും, നീ നിൻ്റെ വീട്ടുകാരെയും കുടുംബക്കാരെയും ഭാര്യ മക്കളെയും പരിചാരക വൃദ്ധയെയും അവിടെ ഉപേക്ഷിച്ചല്ലേ പോന്നത്. ഞാനല്ലാതെ ഒരു കൂട്ടുകാരനും നിനക്കില്ല. മയ്യത്ത് പറയും, ഞാൻ ദുനിയാവിൽ വെച്ച് മറ്റുള്ളവർ ഒഴിവാക്കിയില്ല. മയ്യത്ത് പറയും, ഞാൻ ദുനിയാവിൽ വെച്ച് മറ്റുള്ളവർ ഒഴിവാക്കി നിന്നെ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്ന് നീയല്ലാതെ എനിക്കൊരു കൂട്ടുകാരനും ഇല്ല. അബുൽ ഖാസിം സഅദി റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബുൽ റൂഹിൽ എഴുതിയിരിക്കുന്നു, ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന് ഒരു സൽവൃത്തനും രക്ഷപ്പെടാൻ കഴിയില്ല. വ്യത്യാസം ഇത്രമാത്രം, അവിശ്വാസികൾക്ക് എന്നും ഖബറിൻ്റെ ഇടുക്കത്തെ നേരിടേണ്ടി വരും. വിശ്വാസിക്കാവട്ടെ ഖബറിൽ പോകുമ്പോൾ കുറച്ചു കാലം ഖബറിൻ്റെ ഇടുക്കം അനുഭവിച്ചാൽ മതിയാകും. പിന്നീട് ഖബർ വിശാലമാകും. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു തൻ്റെ ബഹ്റുൽ കലാം എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു, വിശ്വാസി അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണ്, അവന് ഖബർ ശിക്ഷയുണ്ടാവുകയില്ല. എന്നാൽ ഖബറിൻ്റെ ഇടുക്കം ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ ഒട്ടേറെ അനുഗ്രഹങ്ങൾ അവൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന് പരിപൂർണമായി നന്ദി പ്രകാശിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല. ഹക്കീം തുർമിദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖബറിൻ്റെ ഇടുക്കം ഉണ്ടാകാൻ കാരണം ഇതാണ്, മനുഷ്യൻ എത്രമാത്രം സൽവൃത്തനാണെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ അവൻ്റെ പക്കൽ നിന്ന് സംഭവിച്ചിരിക്കും. അതിനുള്ള ശിക്ഷയാണ് ഖബറിൻ്റെ ഇടുക്കത്തിലൂടെ നൽകുന്നത്. പിന്നീട് അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ്റെ മേൽ വർഷിക്കും. സഅദ് ബിൻ മുആദ് ഖബറിൻ്റെ ഇടുക്കമുണ്ടാവാൻ കാരണം മൂത്രമൊഴിച്ചതിന് ശേഷം ഖബറിൻ്റെ ഇടുക്കമുണ്ടാവാൻ കാരണം മൂത്രമൊഴിച്ചതിന് ശേഷം ശുചീകരണത്തിൻ്റെ വീഴ്ച പറ്റിയായിരുന്നതാണ്. പ്രവാചകന്മാർക്ക് മുൻകറിൻ്റെയും നക്കീറിൻ്റെയും ചോദ്യം ചെയ്യൽ ഉണ്ടാവില്ല, ഖബറിൻ്റെ ഇടുക്കവും ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരാണ്. ഒരു മനുഷ്യൻ മരിച്ചിട്ട് ഭൂമിയിൽ ഉപരിതലത്തിൽ കഴിയുകയോ മറവ് ചെയ്യാതെ ഏതെങ്കിലും ജന്തുക്കൾ തിന്നുപോവുകയോ ദ്രവിച്ചു പോവുകയോ തൂക്കിക്കൊല്ലുകയോ കുരിശിലേറ്റുകയോ ചെയ്തിട്ട് ദിവസങ്ങളോളം കുന്തത്തിൽ തറപ്പിക്കുകയോ ചെയ്താലും അവരെല്ലാവരും ഖബറിൻ്റെ ഇടുക്കം പിടികൂടും. ഭൂമിയുടെ ഇടുക്കത്തിൻ്റെ സ്ഥാനത്ത് വായുവിൻ്റെ ഇടുക്കമായിരിക്കും അവനെ പിടികൂടുക. അത് കഠിനവും അവശേഷിക്കുന്നതുമായിരിക്കും. എല്ലുകളും വാരിയെല്ലുകളും കഷ്ണമാക്കാൻ ഇടയാക്കുന്ന അത്ര ശക്തമായിരിക്കും ഈ ഇടുക്കം. എന്നാൽ അള്ളാഹു അതൊക്കെ മനുഷ്യ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു വച്ചിരിക്കുകയാണ്, മലക്കുകളെയും പിശാചുകളെയും ദൃഷ്ടിയിൽ നിന്നും മറച്ചു വെച്ചതുപോലെ. കുറ്റവാളികൾ നരക ശിക്ഷക്കർഹരാണെന്നും 10 കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്നുണ്ടായാൽ അതിനിമിത്തം നരകശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരുന്നു. ആ 10 കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. 1. ഹൃദയസാന്നിധ്യത്തോടെ തൗബ ചെയ്യുകയും തൗബ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുക. 2. തെറ്റുകളിൽ നിന്നും പൊറുക്കലിനെ തേടുകയും അള്ളാഹു അംഗീകരിക്കുകയും ചെയ്യുക. 3. തെറ്റു ചെയ്യുന്നതിന് ശേഷം സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുകയും സൽക്കർമ്മങ്ങൾ കുറ്റങ്ങൾ മായ്ച്ചു കളയും. 4. ഇഹലോകത്ത് രോഗങ്ങളും കഷ്ടപ്പാടുകളും അകപ്പെടുക. രോഗങ്ങളും കഷ്ടപ്പാടുകളും കുറ്റങ്ങൾക്ക് പരിഹാരമായിത്തീരും. 5. ഖബറിൻ്റെ ഇടുക്കത്തിനും ഖബറിലെ കടുത്ത അനുഭവങ്ങൾക്കും വിധേയനാവുക. ഇവ ബർസക്കിയായ ലോകത്ത് പാവങ്ങൾ പരിഹാരമാവുകയും പരലോകത്ത് രക്ഷപ്പെടാൻ കാരണമാവുകയും ചെയ്യും. 6. മുസ്ലിം സഹോദരന്മാർ കുറ്റവാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവൻ്റെ പാപമോചനത്തിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. 7. വീട്ടുകാർ, സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, സത്യവിശ്വാസികൾ എന്നിവ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ പ്രതിഫലം അവന് ദാനം ചെയ്യുക.
8. കിയാമത്ത് നാളിൽ മഹ്ശറ മൈതാനത്ത് ഒരു ദിനത്തിന് 50,000 വർഷത്തെ ദൈർഘ്യമുണ്ടാവുക. ഈ നാളിലെ ഭയവും നീതിയും ഒരളവ് വരെ കുറ്റങ്ങൾ മായ്ച്ചു കളയും. 9. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ശുപാർശ ലഭിക്കുക. 10. അല്ലാഹു തആല തൻ്റെ കരുണ കൊണ്ട് പാവങ്ങൾ പൊറുക്കുക. ഹസ്രത്ത് അബ്ദുല്ലാഹ് ഇബ്നു ശുഖൈരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, എന്തെങ്കിലും ഒരാൾ ഒരു രോഗ അവസ്ഥയിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുകയും ആ രോഗത്തിൽ അവൻ മരിക്കുകയും ചെയ്താൽ ഖബർ ശിക്ഷയിൽ നിന്ന് അവൻ സുരക്ഷിതനായിരിക്കും. ഖബറിൻ്റെ ഇടുക്കം അവനുണ്ടാവുകയില്ല. കിയാമത്ത് നാളിൽ മലക്കുകൾ അവനെ കൈകളിലെടുത്ത് സിറാത്ത് പാലം കടത്തി സ്വർഗ്ഗ കവാടത്തിൽ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഏതായാലും എൻ്റെ വിഷയം ഞാൻ ഇതോടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അല്ലാഹു തആല നമ്മൾ കേട്ടതും ഈ പറഞ്ഞതൊക്കെ ഒരു സ്വാലിയായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി മരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.